ബാലു ദേ പിള്ളേരെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇതിനകത്തൊന്ന് ചോറും കറിയൊക്കെ എടുത്തു വെക്കട്ടോ. ഇവിടെ വരുന്ന എങ്ങനെയാ സമയം എനിക്ക് ഒന്നാതെ ഇല്ല. പൂച്ച പോവുചേന്ന് എന്തോന്ന് ഞാൻ ഇതെന്തോ ശല്യമാണ് ഇത്. ഞാനൊരു കാര്യം ഈ സാധനങ്ങളൊക്കെ എടുത്ത് റോഡിൽ കൊണ്ടിട്ട് പണിയാ. ഞാൻ പണ്ടേ കാരണം പറഞ്ഞു ജംഗ്ഷനിൽ കട എടുത്താ ഞാൻ അവിടെ എടുത്ത് പണിതോളാന്ന്. തള്ളേ മക്കളെ കൂടെ എന്റെ ഭാഗം നശിപ്പിക്കും. ഓട്ടിക്കൊണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കറക്റ്റ് സമയത്തിന് തരൂല. പഠിക്കാൻ പോലും നമ്മളോട് ഇരിക്കത്തൂല്ല. എന്തിന് പഠിക്കാൻ പറയത്തു പോലും അപ്പഴാ അമ്മേ നമ്മുടെ കാര്യമില്ലാത്ത കാശ് എന്തോന്ന് പറയണത് അമ്മയെ കുറിച്ച് പറഞ്ഞു. അമ്മക്ക് ഇപ്പൊ നമ്മുടെ അടുത്തൊന്നും ഒരു ശ്രദ്ധയില്ല അച്ഛാ. അത് തന്നെ അവള് വന്നാ വന്ന് നിന്നാ നിന്ന് പോയാ പോയി. ഇതാണ് അവിടെ കാര്യം. ദോശ 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 കഴിക്കേ. ശിവ 3 ദോശ ഉണ്ട്, കഴിച്ചോളണം. 3 തീർത്ത് തന്നെ കഴിച്ചോളണേ. ഈ ഡ്രസ്സിലൊന്നും വീഴ്ത്തരുത് കേട്ടോ. പിന്നെ എനിക്ക് കഴുകി തരാൻ സമയമൊന്നുമില്ല. അല്ല ബാലു ആരെ കുറിച്ചാ പറഞ്ഞ വന്നാ വന്ന് പോയാ പോയെന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. എന്റെ കാര്യം തന്നെ. നമ്മള് വന്നാ വന്ന് നിന്നാ നിന്ന് പോയാ പോയാ. നമ്മളെ ജോലിയുടെ കാര്യം അതാണല്ലോ. നീ ഒരു കാര്യം പോയി സാധനം എടുത്തോണ്ടോ, അല്ലെ ഞാൻ തന്നെ പോവാം. ആരെ കുറിച്ചാണ് പറഞ്ഞത് വന്നാ വന്ന് പോയാ പോയെന്നൊക്കെ? അമ്മയെ കുറിച്ച് അല്ല, അവനെ വേറെ ആരെ കുറിച്ച്? എന്നെ കുറിച്ചാ? ഞാൻ എവിടെയും പോയില്ലല്ലോ. എന്റെ മതല്ല. അമ്മക്ക് ഇപ്പൊ വന്ന് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. അതും അറിയായിരുന്നു. അങ്ങനെ പറഞ്ഞ അച്ഛൻ അർത്ഥം പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞ പക്ഷേ സപ്പോർട്ട് ചെയ്തു. ഓഹോ ബാലു, നിങ്ങൾ ഈ പിള്ളേര് പറഞ്ഞതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ എന്തിനാണ്? പിള്ളേര് പറയണല്ലേ കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പിള്ളേരെ ഭാഗത്ത് നിൽക്കണം. അല്ല എനിക്കൊരു കാര്യം പറയാം. ഒരു കാര്യം പണിയാൻ തോന്നുന്നു. ഇത് വേറെ അങ്ങനെ കേട്ടോ. കുട്ടപ്പിള്ളേരല്ലത്. അയ്യാ പാവ അമ്മ പെട്ടെന്ന് കഴിക്കോട്ട്. ഇതാ പുട്ട് കഴിക്കേ. പുട്ടും പയറും പപ്പടം പോരെ. പയറും പപ്പടവും തോരനൊന്നുമില്ല, പുട്ട് മാത്രമേ ഉള്ളൂ. കഴിച്ചോ അമ്മ. അറ്റ്ലീസ്റ്റ് പപ്പടമെങ്കിലും വേണ്ടമ്മ. പിന്നെ എങ്ങനെയാ പുട്ട് കഴിക്കണത്? എടാ പപ്പടമൊന്നും ഇല്ലടാ, നീ അത് കഴിച്ചിട്ട് പോ. അമ്മ പപ്പടം ഇല്ല, ഞാൻ എങ്ങനെ കഴിക്കാനമ്മ? മര്യാദ കഴിക്കടാ. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഞാൻ പുട്ട് ഉണ്ടാക്കിയത്. ഇപ്പൊ അടുക്കളയിൽ സമയം ഉണ്ടാക്കണം. കൂടുതൽ മഷാറല്ലേ? എന്തോന്ന് ബേബി എങ്ങനെ കഴിക്കാനാ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ പോലെ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. ഒപ്പിച്ചുണ്ടാക്കിയാ വന്നിരുന്ന് കഴിക്കടാ. ഇതെങ്ങനെ ഞാൻ ചുമ്മാ എടുത്ത് കഴിക്കണത്? കഴിച്ചിട്ട് പോടാ. വേണ്ട വന്നിരിക്കണ. ഞാൻ എങ്ങനെ കഴിക്കാനാ? കഴിച്ചിട്ട് പോടാ. എനിക്ക് പുട്ട് പച്ചക്ക് കഴിക്കണം. അച്ചാറും പുട്ടും മാത്രം എങ്ങനെ എനിക്ക് വേണ്ട. നിർബന്ധം കഴിപ്പിക്കുന്നതിന് അല്ലല്ലേ. ഒരു കാര്യം ചെയ്യ്, ഇതെടുത്ത് ഞാൻ ഷോക്കേസ് 10 രൂപ കാണിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുപാടി. നീ സുഷമയുടെ ഓഫീസിൽ കൊണ്ട് കയറ്റി അല്ല കഴുകി കൊണ്ട് പോ. അമ്മ പുട്ട് കൊണ്ടുവാ. ഇവിടെ എന്ത് ആരും എന്നെ സഹായിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം ഈ പുട്ട് എന്ത് ചെയ്യണമെന്ന്. കേട്ടാ മര്യാദ അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോ. എന്റെ വായനൊക്കെ ഞാൻ പറഞ്ഞ മറക്കണ്ട. ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും മെഡിസിനൽ പ്ലാൻസിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യും നീ എന്നെ? നീ പിള്ളേരെ കിടന്ന് കടിപിടി കൂടിക്കൊണ്ട് നടക്കണ്ട. നിനക്ക് ഓഫീസിൽ പോട്ടെ. ഓഫീസിൽ പോയി താമസിക്കാൻ എന്റെ കുഴപ്പമാണ്. എന്റെ താമസിക്കിട്ട് കയറാം. ഓഫീസിൽ ഞാൻ വരട്ടെ. ഇതിനൊക്കെ മറുപടി എല്ലാവർക്കും തന്നോളാം. വന്നാ ഇങ്ങോട്ട് വാച്ചാ. എന്താ വയ്യേ തളർന്ന എന്ത്? നടന്നു വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടന്നു വരാൻ പറ്റും. വണ്ടി വേണമെന്ന് ചോദിച്ചാൽ വണ്ടി വേണമെന്ന്. സ്കൂൾ ബസ് വരാനുള്ള ദൂരം നീ കാര്യം എനിക്ക് പറഞ്ഞാൽ വല്ലാത്തൊരു ദൂരത്താ പോയി ഞങ്ങളുടെ സ്കൂളുണ്ട് വെച്ച്. ഓ നടക്കാൻ വയ്യ. ഇടേ പണ്ട് നെയ്യാറ്റിങ്ങനെ അച്ഛൻ സ്കൂളിൽ പഠിച്ചപ്പോഴേ എത്ര ഇപ്പൊ അത് കേൾക്കാനുള്ള ത്രാണിയില്ല. പിന്നെ പറ. പശു കേസി എത്തിയാ? അല്ല കേസി എത്തിയോ? അല്ല മുടിയൻ. എല്ലാ മക്കളും ഒരുമിച്ച് ചള്ളുപിടിക്കാൻ തുടങ്ങിയടേ. എന്താ പ്രായം വരുന്ന നടക്കാൻ. അയ്യോ ഷഷ്ടി പൂർത്തി എന്ന് അമ്മമാരെ വന്നല്ല. അമ്മ ഫസ്റ്റ് തന്നെ നൂഡിൽസ് ഉണ്ടാക്കി തരണേ. എനിക്ക് ഡബിൾ ഓംപ്ലേറ്റ് ഉള്ളി കൂടുതൽ. ഉച്ച മുതൽ തൊണ്ട കിരീരാ പഠിക്കുന്നത്. കരിപ്പൊട്ടി ഉണ്ടാ ചുക്കാപ്പി ഉണ്ടാക്കി തരുമോ? ഒന്നും മിണ്ടാതിരുവാലു. രാവിലെ തുടങ്ങിയ തലവേദന ഇത്ര നേരമായിട്ട് മാറുന്നില്ല. മാറാൻ പറ. മിണ്ടല്ലേട്ട വാലോന്ന്. ചെന്ന് കേറുമ്പോ തുടങ്ങി വരണം വരെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കണല്ലേ. എങ്ങനെ തലവേദന ഉണ്ടാവണ്ടിരിക്കും? കമ്പ്യൂട്ടർ നോക്കണ പണിയൊന്നുമില്ല ഇപ്പൊ അവിടെ. വെറുതെ നോക്കണല്ലോ. ഒരു 100,000 ജോലി ഉണ്ട് അവിടെ ചെന്ന് കേറുമ്പോഴേ. ഇവിടത്തെ പോലെ അല്ല. ഇവിടത്തേക്കാൾ 10 ഇരട്ടി ജോലി അവിടെ എനിക്ക് കിട്ടണത്. ഭക്ഷണം
ഈ മെഡിസിനൽ പ്ലാന്റ്സിന്റെ പ്രിന്റ് ഔട്ട് എടുത്താ ഷോ അതിന്റെ ഇടക്ക് ഇതിന്റെ ഇടക്ക് അതും മറന്നുപോയതേ. എന്തോ നമ്മെ ഇന്നലെ തൊട്ട് പറയാലോ ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കണെന്ന്. നാളെ ക്ലാസ്സിൽ കൊണ്ട് എന്ത് കാണിക്കും? ഒന്നാമത്തെ ടീച്ചർ ഭയങ്കര ചൂടത്തിയാ. എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ചാടി കടിക്കാൻ വരും. അമ്മേ ഞാൻ പറഞ്ഞല്ലേ മനസ്സിലാവില്ലേ? ചാടി അടിക്കാനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. വിശക്കുകയും ചെയ്യണം. നോക്കി അതിന് പഠിക്കാൻ പോവില്ല. നീ ഒന്നും പഠിക്കാൻ പോകണ്ടടാ. പഠിച്ച് ഉദ്യോഗം പഠിച്ചിട്ട് എനിക്കൊന്നും കൊണ്ട തരികയും വേണ്ട. മകളെ എന്തെങ്കിലും അച്ഛന് തരണം. അച്ഛൻ 2 കൈ കഴിഞ്ഞിട്ട് സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ എന്ത് തന്നാലും അച്ഛനെ 2 കൈ നീട്ടി സ്വീകരിച്ചോളൂല്ലോ. അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കിടന്ന് പോരും ദേഷ്യവും കാണിക്കുന്നത്. അച്ഛൻ കിഴങ്ങനാടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞതിന്റെ അകത്ത് ഈ തൊലി ഉണ്ടല്ലോ. അച്ഛൻ കിഴങ്ങനുള്ള തൊലി ഉണ്ടല്ലോ. അച്ഛൻ അതുകൊണ്ടല്ല അമ്മ പോര് കാണിക്കുന്നത്. പറയടാ എപ്പോഴാണ് ഞാൻ പോര് കാണിച്ചിട്ടുള്ളത്? നിനക്കൊക്കെ അറിയാമോ? എനിക്ക് എത്ര ദിവസം അറിയാമോ തലവേന നടുവേന തുടങ്ങിയിട്ട്? ഞാൻ ആരോടെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പരാതി എന്റെ വായിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെ കുറിച്ച്? ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങളെ ചെയ്യാനുള്ള മൊത്തം ചെയ്തിട്ടല്ലേ ഇവിടുന്ന് ജോലിക്ക് പോണത്. വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഇവിടുന്ന് എണീക്കണേ ഞാൻ. എന്നിട്ട് ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാതെയാണ് ഇവിടുത്തെ പണി മൊത്തവും കഴിഞ്ഞിട്ട് കൊച്ചിനെ നോക്കി കൊച്ചിനെ കുളിപ്പിച്ച് ഇവനെയൊക്കെ കൊടുക്കാനുള്ള മൊത്തവും കൊടുത്തിട്ട് ഓഫീസിൽ ചെല്ലണേ. അവിടെ ചെന്ന് വെറുതെ ഇരിക്കാനല്ല പോണത്. ചെന്ന് കയറുന്ന കമ്പ്യൂട്ടറിന് മുന്നിൽ കയറിയിരുന്ന 100,000 പണിയാണുള്ളത്. ഒരുപാട് കണക്കുണ്ടാവും. അതെല്ലാം ബോധിപ്പിക്കണം അവരെ. പിന്നെ അവരെ വായിക്കണം, മൊത്തം കേൾക്കണം. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാലുണ്ടല്ലോ പരാതിയും പരവും തീരൂല. അവിടെ ഒരു നുള്ളു വറ്റ് കഴിക്കണമെങ്കിലേ അവരെ കാല് പിടിക്കണം. ആ കണക്ക് മൊത്തം ബോധിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പോട്ടെ, അവിടുത്തെ എല്ലാ ടെൻഷനും പോട്ടെ. സ്വന്തം വീട്ടിലേക്കല്ലേ വൈകുന്നേരം വന്ന് കയറണേ. സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറണേ. ആ വാതിൽ തുറന്ന് ഞാൻ ഇങ്ങോട്ട് കയറിയാൽ നിങ്ങൾ അപ്പം തന്നെ തുടങ്ങൂല അച്ഛനും മക്കളും. അതുതാ ഇതാ മറ്റേതാ മറിച്ചതാ. എന്നാ നീ വന്നല്ല, നിനക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. ഞാൻ നിന്റെയൊക്കെ അമ്മ തന്നെയാണ്, ഒരു മാറ്റം ഇല്ല. പക്ഷെ ഞാൻ ഇത് യന്ത്രമൊന്നുമില്ല, മനുഷ്യ ശരീരം തന്നെയാ. നിന്റെയൊക്കെ ശരീരത്തിൽ കൂടെ പോണ പോലെ തന്നെ ചോര നിരുന്നതന്നെ എന്റെ ശരീരത്തുള്ളത്. എനിക്കൊണ്ടടാ സങ്കടവും വേദനയൊക്കെ. എന്റെ സങ്കടവും വേദനയൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ. വെറുതെ ശരീരം ഇളക്കല്ലേ, നിങ്ങൾക്ക് വയ്യാതെ നിൽക്കുകയാണ് നീല്. ഞാൻ പറഞ്ഞത് വെറുതെയാണ്, അവരാണ് സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. അമ്മ പോയിച്ച അമ്മ പോയിന്ന്. പൈസ എത്രയാടാ? 13. എന്തോന്ന് വീശ വന്നാ? പൊടി വീശ വന്നാ? എടാ നിന്റെ വസ്ത്രങ്ങള് നിനക്ക് നനയ്ക്കാൻ വയ്യേ? ഇത്രയും പാടുപെട്ട് കഷ്ടപ്പെട്ട് ഓഫീസിൽ പോയി വീട്ടിൽ ജോലിയും ചെയ്ത് തളർന്ന് അവശയായി കിടക്കണം. നിന്റെ അമ്മയെ കൊണ്ടുവന്ന് നനപ്പിക്കടാ. അത് നീ കിടന്നു നീ കിടന്ന് മൂത്രം ഒഴിക്കാറില്ലേ? കഴിക്കാറുണ്ടോ ഇല്ലേ? നീ മൂത്രം ഒഴിച്ച നിന്റെ അടി വസ്ത്രങ്ങള് നിന്റെ അമ്മയെ കൊണ്ടുവന്ന് നനപ്പിക്കണം. നീ നാണം കെട്ടാ നിനക്ക് നനച്ചുവിടാ. ഞാൻ നിന്റെ സ്കൂളിൽ വന്ന് പറയട്ടാ, അസംബ്ലി പറയട്ടാ, കേശവ നമ്പി കിടന്ന് മൂത്രമൊഴിക്കുമെന്ന്. സ്വന്തം വസ്ത്രങ്ങള് അവനവൻ നനച്ചോണം. അമ്മയ്ക്ക് ഇപ്പോഴും പ്രായമില്ലെന്നാണ് പിള്ളേരൊരു വിചാരം. നിനക്ക് പ്രായം എനിക്കറിയാം, നിനക്കും അറിയാം. പിള്ളേരെ കണ്ണിൽ അമ്മ എപ്പോഴും നിത്യ യൗവനം നല്ല സുന്ദരിയാണ്. പൈസന്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടെ? നീലു കൂടെ കിടക്കണ രാപ്പനെ അറിയാവും. രാത്രി കിടന്ന് ചുമക്കണതും ഇരുന്ന് ഞെരക്കണതും എനിക്കറിയാം. രാവിലെ കുതിരക്കുട്ടിയെ പോലെ എഴുതി ഓടുന്ന അമ്മയെ അവർ കണ്ടിട്ടുള്ളൂ. നിനക്ക് സൗന്ദര്യം കൂടുതലാണ്, പൊതുവേ നിനക്ക് സൗന്ദര്യം കൂടുതലാണ്, എനിക്കറിയാം. അതെ നോക്ക്, ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്. പ്രസവിക്കും തോറും സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും കിട്ടില്ല. ആ ഗണത്തിൽ പെട്ടാണ് നീ. സൗന്ദര്യം കൂട്ടണം. പോയാ നൂഡിൽസ് കഴിക്കണ്ട, വേറെ എന്തെങ്കിലും കഴിക്കൂടെ? ദോശയുണ്ട്. പാറുവിന്റെ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നൂഡിൽസ് തീർന്നിരിക്കുകയാണ്. ഓഹോ, അതൊക്കെ തീർന്നാ? ഈ കൊച്ചിന് കഴിക്കാൻ ബിസ്ക്കറ്റും നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടോ? ഇതൊക്കെ നിനക്കും നോക്കാലോ. എന്നോട് നിന്നെ ചോദിക്കണേ? ചേട്ടാ അതിപ്പോ ചോദിച്ചതും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെടായൊന്നുമില്ല. പക്ഷെ നിന്റെ വായിന്ന് വരുന്ന വർത്താനം കേട്ടിട്ടുണ്ടെങ്കിലേ എല്ലാം കുറ്റപ്പെടുത്തലല്ല തോന്നണേ. അതിപ്പോ കാര്യം പറയുമ്പോ എല്ലാവർക്കും കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ തോന്നുള്ളൂ. അതിപ്പോ എന്റെ കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാ അമ്മ. ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, പിന്നെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. നിന്റെ പ്രശ്നം എന്താണ്? അത് ഈ പറയണൊക്കെ കാര്യം തന്നെ, പക്ഷെ നീയേ മനഃപൂർവ്വം കുറ്റപ്പെടുത്തണോ തോന്നുന്നു. അതിന് ഞാൻ കുറ്റം പറഞ്ഞൊന്നും അല്ല അച്ഛാ. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മേന്റെ അടുത്ത് ദേഷ്യപ്പെടും. ഞാൻ എന്തിനാ നിന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ടേ? അങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ അച്ചു നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്നെ എത്ര പ്രാവശ്യം നിന്റെ ഞാൻ ദേഷ്യപ്പെടണം? എത്ര പ്രാവശ്യം നീ എന്നെ കുറ്റപ്പെടുത്തി ഇവിടെ ഓരോന്നോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടോ? അതിന് ഞാൻ അമ്മേനെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അയ്യോ, നീ കുറ്റപ്പെടുത്തിയതല്ല, ഞങ്ങളെ തെറ്റുകൾ നീ ചൂണ്ടിക്കാണിച്ചു തന്നതാ.
അങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് ചേച്ചിയുടെ തെറ്റുകളാണ്. ചേച്ചി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു പോയാ? ഇല്ലല്ല, മിനിമം ഒരു ടെസ്റ്റ് എങ്കിലും എഴുതിയാ, ഒരു കോഴ്സും ചെയ്തിട്ടില്ല. എടാ അതിപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന്. പക്ഷെ പഠിത്ത കാര്യത്തിലും ജോലി കാര്യത്തിലും അച്ഛനും അമ്മയും എന്നെ കൈപിടിച്ച് വീഴ്ത്താൻ വേണ്ടിട്ട് മുന്നിട്ട് നിന്നാ. ഇല്ലല്ല, മിക്കാറും എനിക്കും ചേട്ടന്റെ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നീ നന്നായിട്ട് പഠിക്കണതല്ലേ, സൂക്ഷിച്ചു. നീ പറഞ്ഞു താറടിച്ച് കാണിക്കണല്ലേ? അച്ഛാ, നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിലും അവസ്ഥയിലും ചെറിയ ചെറിയ പിഴവുകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് അച്ഛാ. കേശുടാ മോനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ചിലപ്പോ അച്ഛൻ കൈവെക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എല്ലാരും ചിന്തിക്കണ പോലെ ഞാൻ അത്ര വലിയ പൊട്ടിയൊന്നും അല്ല. മക്കളെ, നീ പൊട്ടിയൊന്നുമല്ല ഏട്ടാ. പക്ഷെ നീ ഇവിടെ നിന്നാ നിന്റെ കരിയർ പുറകോട്ടു പോകും. അപ്പൊ നിനക്ക് പറ്റിയ ഇടം കുഴിപ്പള്ളം തന്നെ. നീ അങ്ങോട്ട് വിട്ടോ. അച്ഛൻ ദേഷ്യം കൊണ്ട് പറയല്ലേട്ടാ. അയ്യോ അച്ഛാ, ഞാനതെങ്ങനെയാ അച്ഛാ പോണത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ. വീട്ടിലെ തെറ്റും കാര്യങ്ങളൊക്കെ ചൂണ്ടി കാണിച്ചല്ലേ ഉള്ളൂ. അത് മാത്രല്ല, എനിക്ക് ഇവിടെ നിൽക്കണതാ ഇഷ്ടം. ഈ കുത്തി കൊന്നിട്ട് റോസാപ്പോൾ റീത്ത് വെച്ചാൽ എങ്ങനെ മക്കളെ? അത് താങ്ങൂല. ഞാനിപ്പോ വരാട്ടാ, സിദ്ധുവിനെ ഒന്ന് കോൾ ചെയ്യാനുണ്ട്. പോരാവേ. ശരി. മുടിയാ എന്താ മുടി വേറാ മുടി തന്നെ ചേട്ടൻ റൂമിൽ വിളി. ആ എന്താ ഡേയ്, ഒരു കാര്യം പറയാൻ വിളിച്ചതേ. പറഞ്ഞോ. നിനക്കിട്ട ശമ്പളം ഒന്നേ ഇനിയിപ്പോൾ വീട്ടിൽ തരണ്ട. ഇതുപോലെ ദൂരത്തടിച്ച് കളയല്ലേ, സേവ് ചെയ്യണം. നാളെ കാലത്ത് നിനക്ക് പ്രയോജനപ്പെടും. പിന്നെ ഇപ്പം കിട്ടുന്ന ജോലിക്കാർ നല്ല ജോലിക്ക് വേണ്ടി തേടണം കേട്ടാ. പറയുന്നില്ല ആരൊക്കെ. പിന്നെ ഗവൺമെന്റ് ജോലി കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. നീ വെച്ചോ PSC ടെസ്റ്റ് എഴുതുന്നല്ലോ. അച്ഛാ എന്തോന്ന് വെച്ചാ, ഇതിപ്പോ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണോ? അത് കാലം മാറിച്ചാ, ഇപ്പോഴൊന്നും അങ്ങനെ അല്ല. അതല്ലടാ, ഒന്നും സ്റ്റേൺ ആവണില്ല. മകള് പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോഴത്തേക്കും ടെൻഷനായല്ലേ? ഇല്ലാതില്ല. പിന്നെ പിള്ളേർക്ക് വസ്തു കിടപ്പുണ്ടല്ലോ, പക്ഷെ പേരിലല്ല. അച്ഛൻ ഇത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഒരു കണക്കിന് പറഞ്ഞാ നിങ്ങൾ തലയെടുത്ത് പറഞ്ഞാൽ അറിഞ്ഞിട്ടേ. ചേച്ചൻ വിടച്ചാ, ലച്ചേച്ചി പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ് നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിയാ പോരെ. മക്കളെ, ശിവയുടെ കാര്യങ്ങളും നോക്കിക്കോണേ. ഇരുന്ന ഇരിപ്പിനെങ്ങാനും പോയാ പിന്നെ ആലോചിക്കാൻ കൂടെ വയ്യ. എന്തോന്ന് വാലി പറയണത്? അച്ഛൻ എന്ത് വർത്താനാണ് പറയണത്? അച്ഛാ കേൾക്കുന്നുണ്ടോ? ആ കഴിച്ചു അച്ഛാ? ആ ഞാൻ കഴിച്ചു. ആ ഞാൻ വരാട്ടോ അങ്ങോട്ട്. ഞാൻ അടുത്ത ആഴ്ച എത്താം. സിദ്ധു വിളിച്ചല്ലോ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല. അമ്മേനെ ഒന്ന് വിളിക്കണം. അച്ഛാ, സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ. അയ്യോ കട്ടിയില്ലേ. അച്ഛനിപ്പോ നടക്കാനൊക്കെ പോകുന്നുണ്ടോ? ആ മടി പിടിച്ച് വീട്ടിലിരിക്കരുത്, നടക്കാനൊക്കെ പോകണം കേട്ടോ. ശരി അച്ഛാ. ഓക്കെ. കുറെ നാളായാലും അങ്ങോട്ടൊക്കെ പോയിട്ട്, അപ്പൊ കാണാത്തോണ്ട് വിളിച്ചതാ. പിന്നെ അച്ഛാ, സിദ്ധുവിന്റെ അച്ഛന് പെൻഷനൊക്കെ മേടിക്കാൻ പോവല്ലോ. അപ്പൊ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഐസ്ക്രീമോ ബിരിയാണിയോ ഒക്കെ മേടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ എത്രയാ ഡേറ്റ്? ഇന്ന് 26. ആ പെൻഷൻ മേടിക്കാൻ സമയമായല്ലോ. എന്തായാലും പെൻഷൻ മേടിക്കണ അന്ന് ഞാൻ ആ വീട്ടിലുണ്ടാവണം. അച്ഛനിപ്പോ എനിക്കൊന്നും മേടിച്ചു തരാറില്ലല്ലോ. അയ്യോ, ഞാൻ കമ്പയർ ചെയ്തതല്ല, ഞാൻ പറഞ്ഞു. അല്ല, അത് സംഭവം ശരിയാണ്. നമ്മളിപ്പോ കുഴപ്പത്ത് നമ്മൾ പോയിട്ട് കുറെ ആയി. അല്ലാതെ അമ്മയച്ഛനാണ് എന്തായാലും പോകണ്ട. പിന്നെ അമ്മ ഫുൾ ബിസി ആണല്ലോ. നമ്മളിന്ന് ചെല്ലണമെന്നൊന്ന് പറഞ്ഞു നോക്ക്. അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ വെജായി നോൺ വെജായി ഫുഡിന്റെ ഒക്കെ അങ്ങ് അഭിഷേകമായിരിക്കും അവിടെ. പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് അവര് വരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷൻ, അച്ഛന് സൈറ്റിൽ എന്നുമില്ലാത്തൊരു തിരക്ക്, അമ്മയ്ക്ക് ലീവ് എടുക്കണം. ഞാൻ വീണ്ടും ഇപ്പൊ അങ്ങോട്ട് തന്നെ പോയല്ല. ഇന്ന് എന്റെ നാക്ക് ചതിക്കും, ഉറപ്പാണ്. ഞാനേ അവിടുത്തെ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വരാട്ടാ. എല്ലാരും ഇവിടെ ഒന്ന് നിൽക്കുക. ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമായിരിക്കും അല്ലേ? അമ്മ അത് വിട്, ഞാൻ ഇന്നൊന്നും പറയില്ല. അമ്മ പറയാണ്ടില്ലേ, അത് വിട്. വിട്ടുകളാ എന്നല്ലാതെ ചുമ്മാ ഞാനെ പിടിച്ചോണ്ടല്ലേ. എന്താടി ഗ്യാസ് തീർന്ന് ഞാൻ അത് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാ. അയ്യോ, അപ്പൊ പണി കിട്ടിയല്ലേ. ഇതെന്തോന്ന് അമ്മ ഇത്? വരെ അമ്മയ്ക്ക് വീട്ടിലെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാണ്ടായ അമ്മയ്ക്ക് ഫുൾ ടൈം ഓഫീസ് കാര്യത്തിലാണ് ശ്രദ്ധ. അതൊക്കെ നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ എല്ലാവരെയും ബാധിച്ചിട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഓഫീസിലെ മാനേജർ ആയാൽ മാത്രം മതിയല്ലേ, വേറെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും വേണ്ട. അതൊക്കെ അങ്ങ് കുഴിപ്പളത്ത് 3 ഗ്യാസ് വെച്ച് എപ്പോഴും ഫില്ലായിരിക്കും. ഈ ദാരിദ്ര്യം പിടിച്ച പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് നന്നോ. തന്നിട്ടല്ല നേരെ കുഴപ്പത്ത് 3 ഗ്യാസ് കുറ്റി ഉണ്ട്. 2 കൊണ്ടുപാടി. എടി നീ കെട്ടണം മുന്നേ നീ മറ്റേ സ്വർണ്ണത്തട്ടിലാണ് ജനിച്ചത്. ഇവിടെ ഉള്ള സൗകര്യം വെച്ചല്ലേ നീ ജീവിച്ചത്.
കുറെ നേരമല്ലടി കിടന്ന്. നീ അമ്മയച്ഛന് കുറെ നേരമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത്? താത്തി കെട്ടിക്കൊണ്ടിരിക്കണത് ഞാൻ കേട്ടോണ്ടിരിക്കണല്ലോ. നിന്റെ കല്യാണം തുടങ്ങി പലതും പറഞ്ഞിട്ടല്ല, പിന്നെ കണക്ക് പറയണമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും പറയണില്ല. മിണ്ടായിരിടാ അമ്മ മിണ്ടായിരിക്കമ്മ. ചേച്ചിയെ നമ്മുടെ ഒരു സാധാരണ കുടുംബമാണ്. ഇവിടെ സോപ്പ് വരും, ഗ്യാസ് വരും, കറണ്ട് കട്ടാവും, അങ്ങനെ പലതും സംഭവിക്കും. ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ ടക്കനെ മാറാനും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം വെച്ചാൽ ഇവർ നമുക്ക് തരണ്ടേ? ജനിച്ചപ്പോൾ വായിൽ വെള്ളി കരണ്ടിയായിട്ട് ജനിച്ചവർ തന്നെ ഇവർ രണ്ടുപേരും. എല്ലാം ഉപേക്ഷിച്ച് മക്കളുടെ പഠിത്തമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ ഇതെന്ത് കഷ്ടമാ, നിങ്ങൾ എന്താ അന്യെ പോലെ കൊണ്ട് സംസാരിക്കണേ? അടി വെച്ചാണല്ലോ ചേട്ടൻ നില്ല്. ചേട്ടന്റെ 18,000 രൂപ ശമ്പളം ചേച്ചി പുച്ഛം അല്ലേ ചേച്ചി? ഇപ്പൊ ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ട ഏതെങ്കിലും ടീ പാർട്ടിക്കോ കല്യാണത്തിനോ പോയി കഴിഞ്ഞാൽ കൈ കിട്ടണ ഒരു മിഠായി തുണ്ടാണെങ്കിൽ അച്ഛൻ കഴിക്കൂല, എടുത്ത് മടിയിൽ കെട്ടി വെച്ചോണ്ട് വരും, വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ അമ്മ ഏതെങ്കിലും പൊതുച്ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കൂല, നമ്മളെ ഓർത്ത് കഴിക്കാതെ തിരിച്ചു വരും. ഇപ്പൊ ചേച്ചി വലിയ ആളായിപ്പോ അല്ലേ ചേച്ചി? ഞാൻ ഒന്നും പറയില്ല കേട്ടോ. ഏച്ചേ നിനക്ക് ഇവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ കുഴപ്പളത്തോട്ടു, അതാ നല്ലത്. ചേച്ചി രണ്ടാളും ഒരക്ഷരം വേണ്ടി പോരുത്, അവളൊന്നും പറയാത് കേട്ടല്ലേ? അവര് പറയട്ടെ അച്ഛാ, മറ്റുള്ളവർ ജീവിക്കണ പോലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാനത് കുറ്റം പറഞ്ഞതൊന്നുമല്ല, ഞാനത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് കുഴിപ്പളത്ത് പോയി നിൽക്കാനായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് പോവാത്തേന്നറിയോ? എനിക്ക് കിട്ടണ പൈസ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സഹായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എനിക്കറിയാം അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ കെട്ടിച്ച് വിട്ടതും എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ. അല്ലാതെ ഞാൻ ആരും കുറ്റം പറയാനും അല്ലാതെ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ഇനി ആളൊന്നും പറഞ്ഞത് കേട്ടാ, ആവശ്യമില്ല പ്രശ്നമുണ്ട്. മക്കളെ ലച്ചുവേ, ഇതൊന്നും എവിടെ പോണ്? പിണങ്ങിയാ? മക്കളേക്ക് വാ വാ, പറയട്ടെ, അച്ഛൻ പറയട്ടെ, വാ. ഞാനേ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. എവിടെ പോണു? ഞാൻ കുഴിപ്പളത്ത് പോണ്. ഇത് കൊള്ളാം. ഇത് പണ്ട് നമ്മളെ കുടുംബത്തില് ഒരു കർണാര മാമ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കും, എന്നിട്ട് ബേളം ഉണ്ടാക്കും അച്ഛനും അമ്മയായിട്ടൊക്കെ. തിരിച്ചു വല്ലതും പറഞ്ഞ അപ്പം തന്നെ കെട്ടും പാട്ടോട് തലമിടും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, പിന്നെയും വരും, പിന്നെയും പോവും. അതുപോലെയാണ് എൻ്റെ മക്കള്. ലച്ചു, നീ പറഞ്ഞത് നമ്മളങ്ങനെ വലിയ തെറ്റായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അത് ശരി തന്നെയാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ കുടുംബമാകുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാ. മക്കളെ ലച്ചു, എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതം കിട്ടുമോ? എല്ലാവർക്കും കോടീശ്വരന്മാരാകാൻ പറ്റുമോ? ചിലർ പണക്കാരാവും, ചിലർ പാവപ്പെട്ടവരാവും. ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിലും സാഹചര്യത്തിലും ജീവിക്കണത്. ഇപ്പം കുഴിപ്പള്ളക്കാർ അങ്ങനെ ജീവിക്കണം, നമ്മളതാ ഇങ്ങനെ ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കിതൊക്കെ മതി മക്കളെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്കിതൊക്കെ മതിയാകുമ്പോ ഇതിൽ കൂടുതൽ വേറെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാവും, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ലച്ചു, അതെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ, അതായത് വല്ല ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ആയിക്കോണം. അത് നിൻ്റെ മാത്രം തീരുമാനമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പിന്നെ അവസാനം പറയരുത് അച്ഛനും അമ്മയും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയില്ല എന്ന്. കൈപിടിച്ച് ഉയർത്തിയപ്പം കൊമ്പത്തി എന്നിരിക്കും. നിനക്ക് പറയാനുള്ളതൊക്കെ നീ ഓൾറെഡി പറഞ്ഞു തീർത്തല്ല. ചേച്ചി ഇമോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രായവും ബന്ധവും നോക്കാൻ പറ്റത്തില്ല. പറഞ്ഞു ചേട്ടാ ഇതെന്ത് കഷ്ടമാ. എല്ലാരും പറയുന്നുണ്ട് ഞാൻ പറയാത്ത കാര്യമുള്ള കാര്യമാണെന്ന്, എന്നിട്ട് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണം. ഞാനിപ്പോൾ എന്ത് ചെയ്യണ്ടേ? എല്ലാവരോടും സോറി പറയണോ? പറയാം. അച്ഛാ, അമ്മ സോറി. ചേട്ടാ, കേശു സോറി. പാർവേ, നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്തും സോറി. മതിയല്ല? മക്കളെ, ഇവിടെ സോറി പറയേണ്ട അച്ഛനാണ്. അമ്മ വെറുതെ കുറ്റപ്പെടുത്തരുത്. അവൾ അഹോരാത്രം പണിയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കുടുംബത്തിന് വേണ്ടിയാണ്. ഇപ്പോഴതുപോലെ ജോലി കൊണ്ടേയിരിക്കുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ കളിച്ച് ചിരിച്ച് നടക്കും, ബന്ധുക്കൾക്ക് വില കൊടുത്തും പിന്നെ നിങ്ങളെ വളർച്ച കണ്ട് ആനന്ദിച്ചും അങ്ങനെ തള്ളി നിൽക്കുകയാണ്. അച്ഛന് ഈ കുടിലും കൊട്ടാരം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞുകൂടാ? അച്ഛൻ പണ്ട് പറഞ്ഞിട്ടില്ലേ അച്ഛനൊരു പരാജയമാണെന്ന്? ഇപ്പോഴും അതൊക്കെ തന്നെ. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അച്ഛനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ മക്കൾ അച്ഛനെ ശകാരിക്കേ കുറ്റപ്പെടുത്തേ എന്ത് വേണോ ചെയ്തു. പക്ഷേ അച്ഛൻ്റെ അവസ്ഥയെ പുച്ഛിക്കരുത്. അച്ഛൻ എന്തോന്നൊക്കെയാ അച്ഛാ പറയണേ? അച്ഛനെ പോലത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് അച്ഛനായിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛനാണ് ഞങ്ങളുടെ ചോട്ടാ ഭീം. നീ പോണല്ലേ? എവിടെ?
എടുത്തോണ്ട് പോടേ കെട്ടും പട്ടും എടുത്തോണ്ട് എന്ത് കാര്യത്തിന് പോടി പോ സൗകര്യമില്ല പോവാൻ വണ്ടിക്കെട്ടൊക്കെ ഇട്ട് പോ